മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിൻ. ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റെഫ്ലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പരാത സസ്യം. വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര്? എപ്പിഫൈറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പവിഴപ്പുറ്റുകൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ അറിയപ്പെടുന്ന പേര്? സസ്തനികൾ. കടൽ കുതിരയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം ആവശ്യമാണ്? 40. കേരളത്തിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ്? 300 സെന്റിമീറ്റർ. തമിഴ്നാട്ടിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ്? 95.9 സെന്റിമീറ്റർ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? എക്കൽ മണ്ണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തരം തിരിക്കാം? 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഭൂപ്രകൃതി ഏതാണ്? മലനാട്. സഹ്യപർവ്വത നിരയുടെ ഭാഗമായ കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതാണ്? മലനാട്. മലനാടിനും തീരപ്രദേശത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി? ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത കേരളത്തിലെ ഭൂപ്രകൃതി ഏതാണ്? തീരപ്രദേശം. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതിയെ അറിയപ്പെടുന്ന പേര്? ഹൈഡ്രോപോണിക്സ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ ജോസഫ് മർഫി. ഏത് നദിയുടെ തീരത്താണ് 1902 റബ്ബർ കൃഷി ആരംഭിച്ചത്? പെരിയാർ. നദീതടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. വനങ്ങളിൽ വസിക്കുന്ന കുബുദായക് എന്നീ ജനവിഭാഗങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്തോനേഷ്യ. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? മരുപ്പച്ച. ഏത് നദിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റമാണ് 1999 കേരളത്തിൽ ജല അതോറിറ്റി സ്ഥാപിക്കാൻ കാരണമായത്? പെരിയാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? ചിറാപുഞ്ചി. സസ്യങ്ങളിലെ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് എന്താണ്? പൂവുകൾ. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് ഏതിനം തേനീച്ചയാണ്? മെലിപോണ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല? ജൈവമണ്ഡലം. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിന്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് എത്രയാണ്? 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് എത്രയാണ്? 5%. ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. ഇത്തരം ഭൂസവിശേഷതകൾ പൊതുവെ അറിയപ്പെടുന്ന പേര്? കാസ്റ്റ് ഭൂപ്രകൃതി. കാറ്റിന്റെ അപകർഷണത്തിന്റെ ഫലമായി മരുഭൂമിയിൽ ഉണ്ടാകുന്ന ശിലാരൂപങ്ങളെ അറിയപ്പെടുന്ന പേര്? കൂൺ ശിലകൾ. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം? 2010. നവധാന്യ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം രൂപവൽക്കരിച്ചത് ആരാണ്? വന്ദന ശിവ.
രംഗനത്തിട്ട പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ഏറ്റവും കുറവ് ആലപ്പുഴ. കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക മേധ പട്കർ. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയായ WWFന്റെ ആസ്ഥാനം ഗ്ലാൻ. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് അക്കാദമി ഏതാണ്? അരിപ്പ. രത്തംബോർ, സരിസ്ക എന്നീ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മയിലാടുംപാറ. തൃശൂരിലെ കണ്ണാറ ഏത് കാർഷിക വിളയുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണ്? ഏത്തവാഴ. പഞ്ചാബ് ജെയിൻ അത്യുൽപാദന ശേഷിയുള്ള എന്ത് വിത്തിനമാണ്? പപ്പായ. കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന എന്നിവ എന്ത് തരം വിളയാണ്? തെങ്ങ്. മഹാളി രോഗം ബാധിക്കുന്ന കാർഷിക വിള ഏതാണ്? കവുങ്ങ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏതാണ്? ക്യാബേജ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അങ്കമാലി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ്? സി സുബ്രഹ്മണ്യം. ബോർലോഗ് അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നതാണ്? കാർഷിക രംഗം. ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന കാർഷിക ബഹുമതി ഏതാണ്? ശ്രമശക്തി. എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ്? മഞ്ഞ വിപ്ലവം. പ്രൊജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1992. ബന്ദിപ്പൂർ, ഭദ്ര, നാഗർഹോള എന്നീ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ഏത് വർഷമാണ് പാസ്സായത്? 1972. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രമായ ദേശീയ ഉദ്യാനം ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് പഗ്മാർക്ക്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം എന്താണ്? നന്ദൻകാനൻ. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉൽപാദകർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? കല്ലേൻ പൊക്കുടൻ.
ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം 1987. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ചിപ്കോ പ്രസ്ഥാനം. കാർഷിക മേഖലയെ പ്രളയാനന്തരം പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റീബിൽഡ് കേരള മിഷന് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതി ഏതാണ്? ജൈവഗ്രഹം.